എന്താണ് ജനാധിപത്യം എന്നതിൻ്റെ ഉത്തരമായി അംബേദ്കർ പറയുന്ന പ്രധാനപ്പെട്ട ഒരാശയം വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം എന്നാണ്. നാം ജനാധിപത്യത്തെക്കുറിച്ച് കേൾക്കുന്ന പതിവ് നിർവചനങ്ങളൊന്നും ഇങ്ങനെയല്ല. ജനാധിപത്യം ഭൂരിപക്ഷഹിതമാണ് എന്ന് നമുക്കറിയാം. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്ന ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലെ വിശ്രുതമായ ആശയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത്. വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ്. അതായത് ഒരു സമൂഹത്തിന് ആ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം പേരും ഒരു യുക്തി പിന്തുടരുമ്പോഴും അതിൽ നിന്ന് ഭിന്നമായ ഒരു യുക്തിയെ എത്രത്തോളം നിലനിർത്താൻ, സംരക്ഷിക്കാൻ, പരിപാലിക്കാൻ, കൊണ്ടു നടക്കാൻ കഴിയുന്നു എന്നതിലാണ് ജനാധിപത്യത്തിൻ്റെ വേര് എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന യുക്തിയെ ഉപേക്ഷിച്ച് ജനാധിപത്യം എന്നത് ഭൂരിപക്ഷഹിതമാണ് എന്ന വളരെ അപകടകരമായ, തീർത്തും തെറ്റായ ഒരു ആശയത്തെയാണ് നാം പലപ്പോഴും ജനാധിപത്യമായി മനസ്സിലാക്കുന്നത്. ഭൂരിപക്ഷ ഹിതപരിശോധന ജനാധിപത്യത്തിൽ നടക്കാറുണ്ട്. അത് ജനാധിപത്യപരമായ ഭരണനിർവഹണത്തിനൊരു സംവിധാനം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രായോഗിക കാര്യപരിപാടിയാണ്. ഒരു ഗവൺമെൻറ് വേണം. ആ ഗവൺമെൻറ് എങ്ങനെ തിരഞ്ഞെടുക്കും? അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ളൊരു വഴിയാണ് ഭൂരിപക്ഷം പേർ പിന്തുണയ്ക്കുന്നതാരോ അവരാണ് ഭരിക്കേണ്ടത് എന്ന യുക്തി. അതല്ലാതെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമാണ് ശരി, ഒരേയൊരു ശരി, അതുമാത്രമേ നിലനിൽക്കേണ്ടതുള്ളൂ എന്ന് നാം ഈ ജനാധിപത്യം എന്ന സങ്കല്പത്തെ മാറ്റിയാൽ, എപ്പോൾ മാറ്റാൻ തുടങ്ങുന്നോ അപ്പോൾ ജനാധിപത്യത്തിൻ്റെ മറവിൽ വേര് പിടിക്കുന്നത് ഫാഷിസമാണ്. വാസ്തവത്തിൽ ജനാധിപത്യത്തിനുള്ളിൽ ഫാഷിസത്തിൻ്റെ ഒരു വലിയ സാധ്യതയുണ്ട്. പണ്ട് വിജയമാഷ് പറയുന്നൊരു വാക്യമുണ്ട്, ജനാധിപത്യത്തിനുള്ളിൽ ഫാസിസത്തിനൊരു മുറിയുണ്ട് എന്ന്. ഫാസിസത്തിനൊരു മുറിയുണ്ട്. ആ മുറി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തെ കേവല ഭൂരിപക്ഷമായി ചുരുക്കി കാണല. 100-ൽ 99 പേർ ഒരഭിപ്രായം വച്ചു പുലർത്തുന്നു, ഒരാൾ വ്യത്യസ്തമായ അഭിപ്രായം പുലർത്തുന്നു, അയാളെ പുറന്തള്ളുകയോ ഇല്ലാതാക്കുകയോ കൊന്നൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ പേര് സംശയരഹിതമായും ഫാസിസം എന്നാണ്. മറിച്ച് ആ ഒരാൾക്ക് വ്യത്യസ്തമായി നിലനിൽക്കാൻ എത്രത്തോളം അവകാശവും അവസരവും ഉണ്ട് എന്നതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന യുക്തി. നോക്കൂ, വ്യത്യസ്തതകൾ എന്നത് പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവമാണ്. പ്രകൃതിയിൽ സദൃശ്യമായി യാതൊന്നുമില്ല. പ്രകൃതിയിൽ സാദൃശ്യമെന്ന് പറയുന്നത് ഔപചാരികമാണ്, സൂക്ഷ്മമല്ല. നിങ്ങളൊരു മരത്തിൽ 100 ഇലയുണ്ടെന്ന് സങ്കല്പിച്ചാൽ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഒരില പോലും മറ്റൊന്നിൻ്റെ അതേപടിയുള്ള ആവർത്തനമല്ല. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരാളുടെ ശബ്ദവും മറ്റൊരാളുടെ ശബ്ദത്തിൻ്റെ തനിപ്പകർപ്പല്ല, മിമിക്രിയിലല്ലാതെ. ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ അത്രയും തരം ശബ്ദഭേദങ്ങളുണ്ട്. ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ അത്രയും തരം രൂപവ്യത്യാസങ്ങളുണ്ട്. ഒരു മരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും തരം ഇലകളുണ്ട്. പ്രകൃതിയുടെ അടിസ്ഥാന പ്രകൃതം വ്യത്യസ്തതയാണ്, ഡിഫറൻസാണ്. ഈ ഡിഫറൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ കഴിയുമോ? ഇതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ചോദ്യം. സാദൃശ്യം എന്നത് മെക്കാനിക്കൽ റീപ്രൊഡക്ഷനാണ്. ഒരു കമ്പനിയിലുണ്ടാക്കുന്ന എല്ലാ നട്ടും ബോൾട്ടും ഒരേ പ്രകാരത്തിലായിരിക്കും. ഒരു കമ്പനിയിലുണ്ടാക്കുന്ന ഉപകരണങ്ങൾ ഒരേ ആകൃതിയിലും ഒരേ വലിപ്പത്തിലും ഒരേ രൂപത്തിലുമായിരിക്കും. അത് യാന്ത്രിക പുനരുൽപാദനമാണ്. പ്രകൃതിയുടെ സഹജ സ്വഭാവം വ്യത്യാസമാണ്, സാദൃശ്യമല്ല. ആ വ്യത്യാസത്തിനുള്ളിൽ നാം പുലർത്തുന്ന ഏകതാബോധത്തെയാണ് ഐക്യം എന്ന് വിളിക്കുന്നത്. ഐക്യം എന്നത് ഫോർമൽ സിമിലാരിറ്റി അല്ല, രൂപപരമായ സാദൃശ്യമല്ല, യാന്ത്രികമായ സമാനതയല്ല. ഐക്യം എന്നത് വ്യത്യസ്തതകൾക്കുള്ളിൽ ആ വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കാൻ ഒരു ജനവിഭാഗം, ഒരു കൂട്ടം, ഒരു സമൂഹം കൈക്കൊള്ളുന്ന ഇച്ഛാപൂർണമായ തീരുമാനമാണ് ഐക്യം എന്നത്. ഐക്യം സ്വാഭാവികമല്ല, ഐക്യം ബോധപൂർവമാണ്. ഐക്യം ബോധപൂർവമാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് തമ്മിൽ തിരിച്ചറിഞ്ഞ് അങ്ങനെ ഏകതാബോധത്തിലേക്ക് ഇച്ഛാപൂർണത എത്തിച്ചേരുന്നതിൻ്റെ ഫലമാണ് യൂണിറ്റി എന്നത്. അത് മെക്കാനിക്കൽ സിമിലാരിറ്റി അല്ല.